എത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് നോക്കിയേ. ഒരു തരിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയുള്ള ഒരു അവസ്ഥ എന്ന് ആലോചിക്ക്. നമ്മുടെ ഭരതേട്ടൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ സിനിമകളിലാണ് ഇത്തരം ഫ്രെയിമുകൾ കാണുക. ചെറിയൊരു പൂവൊക്കെ വെച്ചിട്ട് വലിയൊരു ഭാഗം മറച്ചിട്ടുണ്ടാവും. അതേമാതിരി അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച. നമുക്കറിയേണ്ടത് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ പ്രാചീന യുഗത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണോ, അത് ഒരു പുതുമയുടെ ശാസ്ത്രബോധമുള്ള ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കണോ എന്നുള്ളതാണ്. പണ്ട് ഇവിടെ മറയ്ക്കാൻ സമരം നടന്ന ഒരു കാലഘട്ടമുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് സ്കൂളുകളിലേക്ക് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. ഈ റോഡിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടന്നൊരു കാലഘട്ടമുണ്ട്. അതേമാതിരി തന്നെ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടന്ന കാലഘട്ടമുണ്ട്. ഇതെല്ലാം നമ്മൾ സമരങ്ങളിലൂടെ നേടിയെടുത്തതാണ്. ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് പഴയ പ്രാചീന യുഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനാണോ ഈ സംഘപരിവാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. തുണിയില്ലാത്ത ഒരു സ്വാമീനെ കൊണ്ടുവന്നിട്ട് ഈ ഇലക്ഷൻ പ്രവർത്തനത്തിന് വോട്ട് ചോദിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ആ പ്രാചീന യുഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാം, അത്തരം നല്ലൊരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാം എന്നതാണോ ഇവരുദ്ദേശിക്കുന്നത്? തൃശ്ശൂരത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഗുരുവായൂർ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന ഒരു വക്കീല് ഗോപാലേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളടക്കമുള്ള ആൾക്കാരുകളൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കടക്കുന്നതിന് വേണ്ടിയിട്ട് സഖാവ് AKG കൃഷ്ണപിള്ളയൊക്കെ നടത്തിയിട്ടുള്ള വൻ സമരങ്ങളിലെ ഭാഗമായിട്ടാണ് നമുക്കൊക്കെ, ഞാനടക്കമുള്ളവർക്ക്, ഈ ക്ഷേത്രത്തിൽ കയറാനും ഒന്ന് ഭഗവാനെ തൊഴാനുള്ള അവകാശമൊക്കെ കിട്ടിയത്. അതുവരെ ആ പ്രദേശത്ത് കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാട്ടവാറ കൊണ്ട് അടി കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതൊന്നും മറക്കണ്ട. ഇന്ന് ആ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിൽ റീൽസ് എടുക്കാൻ പാടില്ല എന്ന നിയമങ്ങളെല്ലാം നിൽക്കുമ്പോഴും അതിന്റെ മുന്നിൽ നിന്നിട്ട് റീൽസ് എടുക്കുകയും പക്ക വർഗീയവാദം പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു, നമ്മളൊക്കെ ആ ക്ഷേത്രത്തിന്റെ പടിക്ക് നിൽക്കാൻ അവകാശികളായിരുന്നോ? നായന്മാർക്കും അതിന്റെ മുകളിലുള്ള തമ്പ്രാമക്കന്മാർക്കും മാത്രമായിരുന്നു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഉള്ളിലേക്ക് കടക്കാനുള്ള അവകാശം കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു സംഘപരിവാർ സമരം ചെയ്തിട്ടുണ്ടോ? അയ്യങ്കാളി സമരം നടത്തിയിട്ട് നമ്മുടെ പഞ്ചമിയും സ്കൂളിലേക്ക് ചേർത്തിപ്പോ ആ ഒരു സമരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഒരു സംഘപരിവാറുകാരൻ എത്തി നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഹിന്ദുക്കൾ ഉണരണം. ഏതെങ്കിലും ഹിന്ദു ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഹിന്ദുക്കളുടെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്നെങ്കിലും ഒരു വായ തുറന്നിട്ടുണ്ട്? ഈ പക്ക വർഗീയത അടിക്കുക എന്നുള്ള ഒഴികെ എന്ത് പറയാൻ.